ഹായ് ഗുഡ് ഈവനിങ് ഓൾ. നിതിൻ ഷെയറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നൊരു പർപ്പസ് എന്ന് പറയുന്നത് CMA CAT എക്സാംസ് ആക്ച്വലി കമ്മിങ് ഫെബ്രുവരി 4th ഒരാഴ്ച കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന CMA CATന്റെ എക്സാംസുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഇൻസ്ട്രക്ഷൻസും മോക്ക് എക്സാംസും എങ്ങനെയാണ് മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫൈനൽ എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ക്ലിയർ ആയിട്ട് കേൾക്കുക. പ്ലസ് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനുള്ള കാറ്റ് ഇപ്പോൾ ചെയ്യുന്ന ഫെബ്രുവരി 4 CMA CAT എക്സാം അറ്റൻഡ് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ CMA CAT എക്സാം അല്ല കോഴ്സ് രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്തിരിക്കുന്ന രജിസ്റ്റേർഡ് മെയിൽ ഐ ഡിയിലോട്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്ന പ്രകാരമുള്ള ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതിപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് വന്നതാണ്, ഞാൻ അവിടെ നിന്ന് ഷെയർ ചെയ്ത് വാങ്ങിയതാണ്. അപ്പോൾ വന്നിരിക്കുന്നതായിരിക്കും ഗ്രീറ്റിംഗ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. വി വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് യു ഹാവ് ബീൻ ഷെഡ്യൂൾഡ് ഫോർ ടു ടേക്ക് അപ്പ് ആൻ ഓൺലൈൻ മോക്ക് അസസ്മെന്റ്. ആക്ച്വലി +2 കഴിഞ്ഞ കുട്ടികളാണ് ജനറലി ഏറ്റവും കൂടുതലും CMA CAT എഴുതുന്നത്. പ്ലസ് അഡീഷണൽ സർട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ടും CMA CAT ICMAയുടെ CATന് നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടികൾ അത് ചെയ്യാറുണ്ട്. അപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ മോക്ക് അസസ്മെന്റ് ആണ്. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കുപോലും ചിലപ്പോൾ സ്വാഭാവികമായിട്ട് +2 കഴിഞ്ഞ കുട്ടികളെ കേട്ടിട്ടുണ്ടാവില്ല. സംഭവം സിമ്പിളാണ്. നമ്മൾ എക്സാം സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് മോഡൽ എക്സാംസ് എന്ന് കേൾക്കത്തില്ലേ, ഈ സെയിം മോഡൽ എക്സാംസിനാണ് ഇവിടെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. മോക്ക് എക്സാംസ് വെച്ചാൽ മോഡൽ എക്സാംസ് ആണ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ആസ് പെർ റീസെന്റ് നോട്ടിഫിക്കേഷൻ CMA CATന്റെ എക്സാംസ് എന്ന് പറയുന്നത് ഓൺലൈൻ ഹോം ബേസ്ഡ് എക്സാംസ് ആണ്. അത് ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടേഴ്സ് മാത്രമേ ഉപയോഗിക്കാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോൺസോ ഒക്കെ ഉപയോഗിക്കാനും റീസെന്റ് അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ ഓൺലൈനായിട്ട് നമ്മളിപ്പം ഫെബ്രുവരി 4 എങ്ങനെയാണ് CMA CATന്റെ ഫൈനൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അതിന് തൊട്ട് മുന്നേ നടത്തുന്ന ഓൺലൈനായിട്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന ഒരു മോഡൽ എക്സാം മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന മോക്ക് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് നടക്കുന്നത് ഈ വരുന്ന ജാനുവരി 30, 31 ആയിട്ടുള്ള 2 ദിവസങ്ങളിലാണ്. 13, 31 വരുന്നത്. ഇനി 30, 31 നടക്കുന്ന മോഡൽ എക്സാം അഥവാ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള രജിസ്ട്രേഷൻ നമ്പറും SS കീയും കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഈ മെയിൽ കിട്ടിയിരിക്കുന്ന രജിസ്റ്റേർഡ് മെയിൽ ഐ ഡിയിലോട്ട് 29 ജാനുവരി 2024 തന്നെ, അതായത് 30 എക്സാമിന് 31 തന്നെ എന്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എക്സാമിന് ലോഗിൻ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓൾ അസസ്മെന്റ് ലിങ്ക് ആൻഡ് ക്രെഡൻഷ്യൽസ് നിങ്ങൾക്ക് ഈ 29 ജാനുവരി 2024 നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിലിലോട്ട് സെൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ദെൻ ഇവിടെ കാണാം 30 ജാനുവരി 2024 മുതൽ 31 ജാനുവരി 2024 വരെയാണ് ഓൺലൈൻ മോക്ക് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. രാവിലെ 10 മണി മുതൽ രാവിലെ 10 മണി മുതൽ 11:59 PM വരെയാണ് ഇതിന്റെ എക്സാംസിന്റെ ടൈം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് എക്സാം മെയിൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എക്സാംസ് ഗീവ് ചെയ്യാൻ പറ്റുന്ന എന്തിലൂടെ മാത്രമായിരുന്നു, ലാപ്ടോപ്സ് ഓർ കമ്പ്യൂട്ടേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ ദ അസസ്മെന്റ് വിൽ ഹാവ് ടു ബി അറ്റംപ്റ്റഡ് ഓൺ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ് ഓർ മൊബൈൽ ഫോൺ ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി വീണ്ടും എന്ത് കേട്ടിട്ടുണ്ട്, മൊബൈൽ ഫോൺസിന്റെ ഇൻക്ലൂഷൻ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമിനകത്ത് വന്നിട്ടുണ്ട്. മോക്ക് എക്സാംസ് മൊബൈൽ ഫോൺസ് വെച്ച് അറ്റൻഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ ചിന്തിക്കേണ്ടി വരും. നമുക്ക് വരുന്ന അപ്കമിങ് ജാനുവരി 4 എക്സാം മിക്കവാറും എന്തുപയോഗിക്കാൻ പറ്റുമായിരിക്കും, മൊബൈൽ ഫോൺസ് ഉപയോഗിക്കും. പക്ഷേ എൻ്റെ പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ബെറ്ററിൽ എന്ത് തന്നെ ഉപയോഗിക്കുക, നല്ല നെറ്റ് കണക്ഷൻ ഉള്ള നല്ല ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടർ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളിലോട്ട് വരാം. നമ്മുടെ ഒരു ലാപ്ടോപ്പ് നമ്മുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലാപ്ടോപ്പ് നമുക്ക് എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്പബിൾ ആയിട്ടുള്ള നല്ല സിസ്റ്റം റിക്വയർമെന്റ് ഉള്ള അല്ലെങ്കിൽ കോൺഫിഗേർഡ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽസ് അവിടെ തന്നിട്ടുണ്ട്. സ്ക്രീൻ റെസൊല്യൂഷൻ്റെയും വിൻഡോസ് OS മിനിമം വിൻഡോസ് 8 ആയിരിക്കണമെന്നും പ്രോസസ്സിംഗ് സ്പീഡ് മിനിമം 2.4 GHz കൂടുതലായിരിക്കണമെന്നും ദെൻ റാം മിനിമം 4 GB, ഇന്റർനെറ്റ് കണക്ഷൻ 2 MB/s വേണം, മൊബൈൽ വെബ് ക്യാം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2.4 GHz എന്നൊക്കെ പറയുന്ന സാധനം സ്വാഭാവികമായിട്ടും ഒരു സിസ്റ്റത്തിന് ഉണ്ടോ ഇല്ലയോ നമുക്ക് ആക്ച്വലി സിമ്പിളായിട്ട് അറിയാൻ പറ്റും. ആ മൈ കമ്പ്യൂട്ടേഴ്സിന്റെ ഐക്കൺ ഉണ്ടല്ലോ ഡെസ്ക്ടോപ്പിൽ വരുന്നത്, അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് താഴെ മാനേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ മാനേജിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സിസ്റ്റത്തിന്റെ എൻ്റയർ കോൺഫിഗറേഷൻ, റാം എത്ര, സ്ക്രീൻ റെസൊല്യൂഷൻ എത്ര, പ്ലസ് എന്താ പറയുക അതിൻ്റെ വെബ് ക്യാമിൻ്റെ ക്വാളിറ്റി എത്രയാണ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവും. പക്ഷേ കുട്ടികളെല്ലാവരും കൂടുതൽ അതിനെപ്പറ്റി അവെയർഡ് ആയിരിക്കില്ല. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന ഈ മെയിലിനകത്ത് ഈ പ്ലീസ് നോട്ട് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ ഒരു ലിങ്ക് ഉണ്ട്. ഓക്കെ, request you to visit the below mentioned link and check
if your system internet bandwidth IT peripherals meet the requirements to make അസസ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ലിങ്കിൽ സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇരിക്കുന്ന കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ICMAയുടെ ക്യാറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് കണക്ഷൻ ഉള്ളതാണോ, വെബ് ക്യാം നല്ലതാണോ, മൈക്രോഫോൺ നല്ലതാണോ, ഈ സ്ക്രീൻ റെസൊല്യൂഷൻ ഈ പറഞ്ഞിരിക്കുന്ന മാതിരി ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ട മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്ന മാതിരിയുള്ള ഒരു വിൻഡോ വരുന്നതാണ്. എന്നിട്ട് ആദ്യം ബ്രൗസർ ചെക്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മേലൊരു ടിക്ക് വീണു. രണ്ടാമത് വെബ് ക്യാം ചെക്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ടിക്ക് വീണു. ഞാൻ ആക്ച്വലി ഇത് ഓൾറെഡി ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കിയതാണ്, അതുകൊണ്ടാണ് സിമ്പിളായിട്ട് ഇത് പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് ഒരു ചെറിയൊരു നോട്ടിഫിക്കേഷൻ വിൻഡോ വരും. അതിനകത്ത് അലോ ഓർ ബ്ലോക്ക് എന്നായിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പോൾ അതിന് അലോ ഓർ ബ്ലോക്കിൽ അലോ എന്ന് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായിട്ട് വരും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്ക്രീൻ ചെക്ക് എന്ന് പറയുന്നത്. സ്ക്രീൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന രീതിയിലൊരു ഷെയർ വരും. അതിനകത്ത് നിങ്ങൾ അവിടെ എൻ്റർ സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മേളിൽ ക്രോം ടാബ്, വിൻഡോസ്, എൻ്റർ സ്ക്രീൻ. ആ എൻ്റർ സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക. എൻ്റർ സ്ക്രീനകത്ത് വന്നിരിക്കുന്ന ഒരു സ്ക്രീനിൽ ടച്ച് ചെയ്യുക, ഷെയർ കൊടുക്കുക. അഗെയിൻ മേളിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, ക്രോം ടാബ്, വിൻഡോസ് ആൻഡ് എൻ്റർ സ്ക്രീൻ. ആ എൻ്റർ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. താഴെ വരുന്ന എൻ്റർ സ്ക്രീനിനകത്ത് ഒരു ചെറിയൊരു സ്മോൾ സ്ക്രീൻ അവിടെ ഷെയർ ചെയ്യും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യുമ്പോഴേ താഴത്തെ ഷെയർ ബട്ടൺ ഇനേബിൾ ആവുള്ളൂ. എന്നതിന് ശേഷം ഷെയർ കൊടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ, കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ആ സ്ക്രീൻ ചെക്കിൻ്റെ അവിടെ ലാസ്റ്റ് എന്ന് വരും. ഏറ്റവും മുകളിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ടോപ്പ് സൈഡിലൊരു ടിക്ക് വരും. ഓക്കെ, അത്രയായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റം ചെക്ക്. ഇപ്പോൾ ഫിനിഷായി. ഇനി നമുക്ക് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എക്സാംസ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഐറ്റം വരും. നമുക്ക് 29-ാം തീയതി വരുന്ന മെയിലിനകത്ത് 30-31 നടക്കുന്ന ഓൺലൈൻ മോക്ക് എക്സാമിനകത്ത് 29-ാം തീയതി വരുന്ന ഒരു മെയിൽ ഉണ്ടാവും. 29-ാം തീയതി മിക്കവാറും ആഫ്റ്റർനൂൺ ഈവനിങ്ങിലൊക്കെ ആയിരിക്കും ആ മെയിൽ വരിക. ആ വരുന്ന മെയിലിനകത്ത് നമുക്കൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന മാതിരി ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു യൂസർ ഐഡിയും പാസ്വേഡും കൊടുക്കാൻ വരും. ആ യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ നമുക്ക് എന്ത് വരും? ഈ പറഞ്ഞിരിക്കുന്ന മെയിലിനകത്ത് വരുന്ന ലോഗിൻ ക്രെഡൻഷ്യൽസിനകത്ത് വരുന്നതാണ്. അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തതിന് ശേഷം എൻ്റർ അസസ്മെൻറ്റ് കോഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. എക്സാമിനെ കോഡ് ചെയ്യുന്ന ഒരു അസസ്മെൻറ്റ് കോഡ് ഉണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 29-ാം തീയതി വരുന്ന മോക്ക് എക്സാമിൻ്റെ ലോഗിൻ ക്രെഡൻഷ്യൽസിനകത്ത് അത് ഉണ്ടാവും. ഓക്കെ, അത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻസ് വരും. ആക്ച്വലി ജനറൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന മോക്ക് എക്സാംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി എങ്ങനെയാണ് നമ്മൾ എക്സാം ഫെബ്രുവരി 4-ാം തീയതി ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് മാത്രം കാണിക്കുന്ന ഒരു മോഡൽ എക്സാം മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ 2 പേപ്പർ വെച്ചിട്ടുള്ള 100 പേപ്പേഴ്സ് 100 ക്വസ്റ്റ്യൻസും ആഫ്റ്റർനൂൺ സെക്ഷനുള്ള 100 ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ആക്ച്വലി ഒരു 30 മിനിറ്റ്സ് എക്സാം മാത്രമാണ് ഈ വരുന്ന മോക്ക് എക്സാം എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 25 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് നോക്കി എങ്ങനെയാണ് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ടോട്ടലി നമുക്ക് 30 മിനിറ്റ്സ് അരമണിക്കൂർ എടുക്കാം. ആകെപ്പാട് അരമണിക്കൂർ നമുക്ക് ഇതിനകത്ത് എടുക്കാനുള്ളൂ. അത് ജനറൽ ഇൻസ്ട്രക്ഷൻസ് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ജനറൽ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് ഈ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്ന വരും. ഡെമോ അസസ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ വരും. അവിടെ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം ടേക്ക് എ ഫോട്ടോ, നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്ത പ്രോസസ്സിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. നെക്സ്റ്റ് അടിച്ച് പോകുമ്പോൾ നമ്മുടെ ഇലക്ഷൻ ID കാർഡ്, ആധാർ കാർഡോ ഇനി അതർ ഇലക്ഷൻ ID കാർഡ്, ഇലക്ഷൻ ID കാർഡ് അല്ല, ഗവൺമെൻറ് അപ്രൂവ്ഡ് ID കാർഡ്, ഇലക്ഷൻ ID കാർഡ് ആവാം, ആധാർ കാർഡ് ആവാം. ബെറ്റർ യു കീപ്പ് ആൻ ആധാർ കാർഡ്, ദാറ്റ് ഈസ് ബെറ്റർ, ഐ തിങ്ക് സോ. അപ്പോൾ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ മാതിരി എൻ്റർ സ്ക്രീനിന് സെലക്ട് ചെയ്തിട്ട് ഷെയർ കൊടുക്കുക. ദെൻ നിങ്ങളുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികം ക്വസ്റ്റ്യൻസ് മേളിൽ തന്നിട്ടുണ്ടാവും. അതിൻ്റെ ABCD ആൻസർ ടൈപ്പ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഒരെണ്ണം ബെറ്റർ ആയിട്ടുള്ള ABCD 4 ഓപ്ഷൻസ് ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതിലേതെങ്കിലും ബെറ്റർ ആയിട്ടുള്ള നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഉത്തരം നല്ലോണം വായിച്ച് നല്ലോണം ശ്രദ്ധിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾക്ക് റിവൈസ് ചെയ്തതിൻ്റെ ഓർമ്മയിൽ ഒരു നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള എക്സാംസ് ഒക്കെ നമുക്ക് മുന്നേ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതേ കഴിഞ്ഞതിന് ശേഷം എൻഡ് ടെസ്റ്റ്, സ്കിപ്പ് ആൻഡ് എൻഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. സബ്മിറ്റ് ദ ടെക്സ്റ്റ് ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, ഇതാണ് ലാസ്റ്റ്. യു ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദ ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ലാസ്റ്റ് വിൻഡോയിലോട്ട് വരും. ഓക്കെ, ഇത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ICMAയുടെ ക്യാറ്റിൻ്റെ മോക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വന്നിരിക്കുന്ന
ഇൻസ്ട്രക്ഷൻസ്. ഇതേ സെയിം സിസ്റ്റം തന്നെയായിരിക്കും നമുക്ക് എന്തും ചെയ്യേണ്ടത്, ഈ പറഞ്ഞിരിക്കുന്ന ICMA ക്യാറ്റിൻ്റെ ഫെബ്രുവരി 4-ാം തീയതി നടക്കുന്ന ഫൈനൽ എക്സാമിന് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാവും, വാട്സപ്പിൽ മെസ്സേജ് അയക്കൂ. ഐ വിൽ ആൻസർ യു. ഓക്കെ, താങ്ക് യു.